നമസ്കാരം. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധ സാഹചര്യം ഇപ്പോൾ മൂർധന്യാവസ്ഥയിലാണ്. ഈ ഒരു സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഇപ്പോൾ രാജ്യാന്തര വിപണിയിലും ഇതിന്റെ കോളിളക്കങ്ങൾ ദൃശ്യമാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി പ്രധാനമായും പ്രകടമാക്കിയിരിക്കുന്നത് ക്രൂഡ് ഓയിൽ വിലയിലാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. രാജ്യാന്തര വിപണിയിൽ എണ്ണവിലയിൽ 10% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഏപ്രിൽ ആദ്യം മുതലുള്ള ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇപ്പോൾ എണ്ണവില ഉള്ളത്. ഒപെക്കിന്റെ 2ാം നമ്പർ ക്രൂഡ് ഓയിൽ ഉൽപാദക രാജ്യമായ ഇറാഖിലെ തങ്ങളുടെ എംബസി ഒഴിപ്പിക്കാൻ US തയ്യാറെടുക്കുകയാണെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നതോടെയാണ് ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ കുതിച്ചുകയറ്റം ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ ഇറാൻ സംഘർഷം സ്വർണ്ണ നിലയിലും വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില 7 ആഴ്ചയിൽ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി. കേരളത്തിൽ നിന്ന് സ്വർണത്തിന് 1560 രൂപയാണ് വർദ്ധിച്ചിട്ടുള്ളത്. ഇതോടെ സംസ്ഥാനത്ത് 1 പവൻ സ്വർണത്തിന്റെ വില 74,360 രൂപയായി. എന്നാൽ ഓയിൽ വിതരണ സംവിധാനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ മാത്രമേ ക്രൂഡ് ഓയിൽ വിലയിൽ കാര്യമായ വർധന ഉണ്ടാകൂ എന്ന് വിലയിരുത്തലുണ്ട്. അതേസമയം ഇറാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയും തിരിച്ചടിക്ക് തയ്യാറെടുക്കുകയും ചെയ്താൽ മറ്റ് എണ്ണ ഉൽപാദന രാജ്യങ്ങളിൽ നിന്നുള്ള വിതരണത്തെ കൂടി ബാധിച്ചേക്കാം. ഇറാന്റെ ആണവ സംവിധാനങ്ങൾ, ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ, സൈനിക ശേഷി എന്നിവ തകർക്കുകയാണ് ലക്ഷ്യമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. സംഘർഷത്തെ തുടർന്ന് വെസ്റ്റ് ടെക്സിന് ഇന്റർമീഡിയറ്റ് വില 12.6% ഉയർന്ന് ബാരലിന് $76.61 നിലവാരത്തിലുമെത്തി. അതേസമയം ഇറാനെതിരെ കടുത്ത ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. ഇറാന്റെ ആണവ നിലയങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. മേഖലയിൽ ഒരു വലിയ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ആക്രമണം എന്നതും ശ്രദ്ധേയമാണ്. ഇറാന്റെ വ്യത്യസ്ത മേഖലകളിൽ ആണവ കേന്ദ്രങ്ങൾ അടക്കം ഡസൻ കണക്കിന് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആദ്യ ആക്രമണങ്ങൾക്ക് പിന്നാലെ നദാൻഡ് ആക്രമണ കേന്ദ്രത്തിൽ നിന്ന് വൻ സ്ഫോടക ശബ്ദം കേട്ടു. ടെഹ്റാനിൽ നിന്ന് 225 കിലോമീറ്റർ അകലെയാണ് നദാൻഡ് ആണവ കേന്ദ്രം ആക്രമിക്കപ്പെട്ടുവെന്ന് രാജ്യാന്തര ആണവോർജ ഏജൻസി പിന്നീട് സ്ഥിരീകരിച്ചു. അതേസമയം ഇറാനിൽ 13 ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. 2 ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടു. റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഹുസൈൻ സലാമിയും കൊല്ലപ്പെട്ടു. ആണവ പദ്ധതികളെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ നേഷൻ ഓഫ് ലയൺസ് എന്ന പേരിൽ ആക്രമണം നടത്തിയത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.